ആദ്യം തന്നെ സോറി പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇടാൻ വേണ്ടിക്ക്. അപ്പം ഇതിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്കേർട്ടിന്റെ പോർഷനാണ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിലെ 10ാമത്തെ വീഡിയോയിൽ ഇതിന്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് അത് പോയി കണ്ടു നോക്കിയ ശേഷം ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് വരും കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഈ ഒരു അംബ്രല കട്ടിന്റെ സ്കേർട്ട് പോർഷൻ ഫസ്റ്റ് നമ്മൾ ലൈനിങ് ആണ് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാനാണ് കേട്ടോ. അംബ്രല കട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ടായത് നമ്മളത് കട്ടിങ്ങിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക ഫ്രണ്ട് പോർഷനിൽ താണിട്ടും പൊന്തിയിട്ട് നിൽക്കലെന്ന് പറയലില്ലേ, ആ ഒരു ലെവലിൽ കിട്ടൽ കേട്ടോ. അപ്പം നമ്മൾ ആ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കലാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാക്ക് സൈഡിൽ എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിൽ ബെൽറ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പ്ലീറ്റും കാര്യങ്ങളും ഇടേണ്ടത്. ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ചധികം പ്ലീറ്റ് ഇടും, ബാക്ക് പോർഷനിൽ കുറച്ച് പ്ലീറ്റ് കുറച്ചിട്ട് ഇടും കേട്ടോ. അപ്പം നമുക്ക് എലാസ്റ്റിക് വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ലോങ് കുറച്ചിട്ട് പ്ലീറ്റ് ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെയിൻ പാർട്ടായ ഈ ഓർഗാൻസ അതേപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റും. ഈ രണ്ട് സൈഡിൽ നമ്മൾ ഒരു തുമ്പ് ഭാഗം കരഭാഗം എന്തോ പറയലില്ലേ, അതിന് ഞങ്ങൾക്ക് കറക്റ്റ് പേരറിയില്ല. ആ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല കേട്ടോ. അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് മാറ്റണ്ട, പക്ഷെ അതിൻ്റെ സൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ആ സൈഡ് നമുക്ക് ഒരു ബോറായിട്ട് തോന്നും. അപ്പം നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ആ ഒരു സ്കേർട്ട് പോർഷൻ മൊത്തത്തിൽ ഇതേപോലെ നല്ല തിക്നെസ് ആയിട്ട് നമുക്ക് ഇത് പ്ലീറ്റ് ഇടാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഇതിന് പ്ലീറ്റ് ഇടുന്നത്. അപ്പം നമ്മൾ നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നല്ല ഫ്ലെയറിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ആ അനുസരിച്ചിട്ട് തന്നെയാണ് നല്ല പ്ലീറ്റും കാര്യങ്ങളും ഈ ഒരു സ്കേർട്ടിന് വന്നിട്ടുണ്ടായത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇതേപോലെ സ്കേർട്ടിന് പ്ലീറ്റ് ഇടുക. പ്ലീറ്റ് ഇടുന്നത് പല രീതിയിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിന്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കുക. ഇനിയും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലീറ്റിംഗ് വീഡിയോ ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ സ്കേർട്ട് പോർഷൻ ലൈനിങ്ങും മെയിൻ പാർട്ടും ഇതേപോലെ പ്ലീറ്റ് ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഇന്നർ പാർട്ടായ നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ മേൽ സ്റ്റിഫ് നെറ്റ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിഫ് നെറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പല രീതിയിലാണ്. ഓരോരോ ഫ്ലെയറിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിഫ് നെറ്റിൻ്റെ ഈ ഒരു മടക്കുന്ന ഈ സ്റ്റൈലില്ലേ, അത് മാറി മാറി കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പാനൽ കട്ടിലാണ് നമ്മൾ അതിൻ്റെ കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ നമ്മൾ ഈ ഒരു സ്റ്റിഫ് നെറ്റിൽ എത്രത്തോളം നമ്മൾ ലെങ്ത് താത്തിട്ട് വെക്കണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് ചോക്ക് കൊണ്ട് മാർക്കിങ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റും കേട്ടോ. മാറ്റിയ ശേഷം നമ്മൾ ആ ഒരു സ്റ്റിഫ് നെറ്റ് ഇത് വെക്കുമ്പോൾ നമ്മൾ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സൈഡ് ഉണ്ടാവില്ലേ, ആ സൈഡിൽ നിന്ന് ഒരു ഏകദേശം ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഫസ്റ്റ് താഴെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പോരുക. എന്നാൽ നമ്മളത് മൂടൂലേ, സ്റ്റിച്ച് ചെയ്തിട്ട് മൂടൂലേ, സ്കേർട്ട് പോർഷൻ പോലെ അത് എടുക്കൂലേ. അപ്പോൾ ആ ഒരു സ്റ്റിഫ് നെറ്റിന്റെ മേലെ സ്റ്റിച്ച് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നത്. സൈഡിലും ഇതുപോലെ കവർ ചെയ്ത ശേഷം ഒരു സ്കേർട്ട് രൂപത്തിൽ നമുക്ക് ഈ ഒരു ഇന്നർ പാർട്ട് കിട്ടും കേട്ടോ, അതായത് അണ്ടർ സ്കേർട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർ സ്കേർട്ട് പോലെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് ഭാഗത്ത് നമുക്ക് കുറച്ച് ലൂസും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് മാറ്റുക. അപ്പൊ ഈ ഒരു 3 പീസും, അതായത് ക്രൈപ്പ് ലൈനിങ്ങിന് പ്ലീറ്റ് ഇട്ടതും ഓർഗാൻസ പ്ലീറ്റ് ഇട്ടത് മെയിൻ പോർഷൻ, പിന്നെ ഈ ഒരു കോട്ടൺ ലൈനിങ് അതും ഇതേപോലെ നമ്മൾ 3ഉം ഒരുമിച്ച് അറ്റാച്ച് ചെയ്യുക. ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു മെഷർമെന്റും കാര്യങ്ങളും എടുക്കാനുണ്ട്. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് 10 ഇഞ്ചാണ് ബെൽറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് പോർഷനിൽ അതിലൊരു 4 ഇഞ്ച് അത്ര കൂട്ടിയാൽ മതി കേട്ടോ ബാക്ക് പോർഷനിൽ. അപ്പോൾ എലാസ്റ്റിക് വലിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൂസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്കേർട്ടും ഒരുമിച്ച് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റണം. ഓർഗൻസ, ക്രൈപ്പ് ലൈനിങ്, പിന്നെ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായ നമ്മുടെ കോട്ടൺ ലൈനിങ്ങില്ലേ, അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഈ ഒരു രീതിയിലാണ് കിട്ടാൻ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ മേത്തൊന്നും അതൊന്ന് തട്ടോ പിടിക്കോ ഒന്നും ചെയ്യില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തുകൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ ഒരു മെഷർമെന്റ് ഒന്നും കൂടി കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, നമ്മളെ ഒരു സൈഡ് ഭാഗം, ആ ഒരു സൈഡ് ഭാഗം ഫുള്ളും ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു സൈഡിലാണ് കറക്റ്റ് നമ്മളെ ബെൽറ്റിന്റെ സ്റ്റിച്ചിങ് വരേണ്ടത്. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്തു തരാം. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പോർഷനിൽ
ബെൽറ്റിന് വേണ്ടിക്ക് വെൽവെറ്റ് മെറ്റീരിയലിൽ ഇതേപോലെ സീക്വൻസ് വർക്ക് വരുന്ന ഒരു ലൈസാണ് എടുത്തിട്ടുണ്ടായത്. അതിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 1.5 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പം അത് നമ്മളൊരു 10 ഇഞ്ച് 11 ഇഞ്ച് എടുക്കുക. ഓക്കെ, 11 ഇഞ്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹാഫ് അപ്പുറം ഇപ്പുറത്തുനിന്ന് നമ്മൾ എന്താ പറയാ സ്റ്റിച്ചിങ് പോകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ടാവുമ്പം അത് നമ്മളൊരു ലൈനിങ്ങിന്റെ മേലിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, അത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ സൈഡിൽ ഒരു സ്റ്റിച്ച് മടക്കിയിട്ട് ചെയ്തിട്ടുണ്ടാവും, അതൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാകുമ്പോൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും സെപ്പറേറ്റ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ടായത്. അതിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 4 ഇഞ്ചിലാണ് ഈ ഒരു ബെൽറ്റ് എടുക്കാനുള്ളത് കേട്ടോ. ബാക്ക് സൈഡിൽ എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിൽ ബെൽറ്റും ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുരിദാറിന്റെ സിഗരറ്റ് പാന്റിന് വേണ്ടിയിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. അതിൽ ശരിക്കും കറക്റ്റ് സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. അത് വേറെ ടൈപ്പ്, ഇത് വേറെ ടൈപ്പ് ആണ്. ഇലാസ്റ്റിക്കിന് വേണ്ടിക്ക് എടുത്തിട്ടുണ്ടായ ആ ഒരു പീസില്ലേ, അത് നമ്മളെ സ്കേർട്ടിന്റെ എത്രത്തോളം നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുണ്ടായിനി അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ക്ലോത്തും എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി 10 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ടിലെ ബെൽറ്റിന് എടുത്തിട്ടുണ്ടായിന്. അതിൽ എക്സ്ട്രാ ഒരു 4 ഇഞ്ച് അങ്ങനെ എടുത്താൽ മതി. നിങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ പ്ലീറ്റ് ഇടണം, എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഈ ഒരു ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടൊരു ബെൽറ്റ് പോലെ തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. ഓക്കെ, എന്നിട്ടാകുമ്പം ആ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാറ്റി വെച്ച് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റണം ഫുള്ളായിട്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമല്ല, നമ്മൾ സ്കേർട്ടിൻ്റെക്ക് വെക്കുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യണ്ട. അതിൻ്റെ മുകളിലെ ആ ഒരു സൈഡ് ഉണ്ടാവില്ല, ആ ഒരു സൈഡാണ് ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഇട്ട് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റേണ്ടത്. അപ്പം നമ്മൾക്കത് ഫോൾഡ് ചെയ്തിട്ട് വരുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ബെൽറ്റ് നമ്മൾ സ്കേർട്ടിൻ പോർഷനിലേക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം എന്തെങ്കിലും ക്ലോത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. ബെൽറ്റിന്റെ നല്ല ഭാഗം സ്കേർട്ടിന്റെ മോശ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടേക്ക് കവർ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ടാകുമ്പോൾ നമ്മൾ ആ ഒരു 10 ഇഞ്ചിന്റെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിട്ടില്ല, ആ ഒരു ഫ്രണ്ട് പോർഷന്റെ ആ ഒരു വർക്ക്, അതിന് കറക്റ്റായിട്ട് നമ്മൾ എലാസ്റ്റിക് അത് നമ്മൾ വേസ്റ്റിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അതിന്റെ നേരെ ഹാഫാണ് എലാസ്റ്റിക് എടുക്കേണ്ടത്. ഓക്കെ, കാരണം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ ഒരു ബെൽറ്റ് വരുന്നത് കൊണ്ടാണ് ഇതേപോലെ എടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ആ ഒരു സ്റ്റിച്ച് എലാസ്റ്റിക്കിന് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഈ ഒരു 10 ഇഞ്ചിന്റെ ആ ഒരു രണ്ട് സൈഡിലും വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവട്ടോ ഞാൻ പറയുന്നതിനകത്ത്. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് പിന്നെല്ലാം കുത്തിയതിന് ശേഷം നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഫുള്ളും നമ്മൾ എന്താ പറയുക സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നുണ്ടായത് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ സ്കേർട്ടിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിട്ട് കേട്ടോ. ബ്ലൗസിൻ്റെത് ആഡ് ചെയ്തിട്ടില്ല, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ വീഡിയോസ് കുറച്ച് ലോങ് ആകുന്നത് കൊണ്ടാണ് ഓരോരോ പോർഷനായിട്ട് ഇടാന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതുപോലെയുള്ള സ്കേർട്ടും കാര്യങ്ങളിലും കുറച്ച് ഹെവി ആയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്തായാലും പിന്നെ എന്താ പറയുക, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ മെഷർമെന്റ് പറയാണ്ടിരുന്നത്. ഈ ഒരു ക്ലോത്തിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെ എലാസ്റ്റിക്കും നമ്മളെ ബെൽറ്റ് എല്ലാം ആ സ്കേർട്ട് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു രൂപത്തിലാണ് കിട്ടാനുണ്ടായത്. പിന്നെ ആ ഒരു എലാസ്റ്റിക് അതിൽ നിന്ന് വിട്ടു പോവാണ്ടിരിക്കാൻ വേണ്ടി ഒരു മടങ്ങി നിൽക്കലില്ലേ, നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എലാസ്റ്റിക് ചില പാൻറ്റിനെല്ലാം ആ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മടങ്ങി നിൽക്കും. അപ്പം നമുക്ക് ഇടുമ്പോൾ ഒരു ലെവൽ കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഭാഗം നമ്മൾ ഈ എലാസ്റ്റിക്കിന്റെ മേലെ ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ബെൽറ്റിൽ സ്റ്റിച്ച് ചെയ്തതിന് കഴിഞ്ഞ് പിന്നെ ഈ ഒരു നൂലും കാര്യങ്ങളെല്ലാം ഇത് കട്ട് ചെയ്തിട്ട് മാറ്റലാണ് കേട്ടോ നെക്സ്റ്റ് പരിപാടി. അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ സ്കേർട്ട് കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പം നമ്മളിത് സ്റ്റിച്ചിങ് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു അംബ്രല കട്ടിൻ്റെ സ്കേർട്ട് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവല് താഴത്തായ ഒരു ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് ഡമ്മിയിലൊന്ന് ഇട്ട് സെറ്റാക്കി കൊടുക്കലാന്ന് കേട്ടോ. അതെന്തിനാന്ന് വിചാരിച്ചാൽ ആ ഡമ്മിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരാളിട്ട പോലെ തന്നെ നമുക്കത് തോന്നും. അപ്പോൾ അവർ ഫ്രണ്ട് ഭാഗത്ത് തൂങ്ങി നിൽക്കൽ വളരെ കൂടുതലാണ്, എല്ലാവർക്കും അത് ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിക്ക് ഈ ഡമ്മിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ലെങ്ത്തെല്ലാം ലെവലാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഊരി മാറ്റും. എന്നിട്ടാണ് നമ്മൾ സ്കേർട്ടിന്റെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിക്ക് സെപ്പറേറ്റ് ഒരു ഫൂട്ട് ഉണ്ട് കേട്ടോ, ഹെമ്മിങ് ഫൂട്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു സ്കേർട്ടിന്റെ
താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യും. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുവെക്കുക. ഇനിയും പുതിയ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ബ്ലൗസിൻ്റെ എന്താ പറയുക സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിന്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. കസ്റ്റമർക്ക് പ്രത്യേക ഒരു റിക്വസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ഒരു മണി പോച്ച് ഉണ്ടാക്കി തരുന്നത്. ഈ ഒരു മണി പോച്ചിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുവെക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കില്ല. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും.